മണ്ഡലം ഈ എടക്കരയായിരുന്നു. ഇവിടെയാണ് അദ്ദേഹം ജനിച്ചത്. കുന്നുമ്മൽ കൃഷ്ണൻ നായരുടെയും സരോജിനി അമ്മയുടെയും മകനായി ജനിച്ച് KSUവിന്റെ ഈ എടക്കര ഹൈസ്കൂളിലെ പ്രവർത്തകനായി തുടങ്ങി. ഏറനാട് താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റായി, KSU ജില്ലാ സെക്രട്ടറിയായി, KSUവിന്റെ ജില്ലാ പ്രസിഡന്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, KPCCയുടെ സെക്രട്ടറിയായി, അങ്ങനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച് നിലമ്പൂരിൽ പാർട്ടി ഏൽപ്പിച്ച ഒരു ദൗത്യവുമായി പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നതിനിടയിലാണ് പ്രിയപ്പെട്ട പ്രകാശ് ഏട്ടൻ വളരെ അവിചാരിതമായി നമ്മെ വിട്ടു പിരിഞ്ഞത്. പ്രിയപ്പെട്ട ആര്യാടൻ സാറിനോട് തോളോട് തോൾ ചേർന്ന് ഈ പ്രദേശത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട പ്രകാശ് ഏട്ടൻ. ഗാന്ധിയൻ മതേതര ശൈലി ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച, ഗാന്ധിയൻ ജീവിത ശൈലി ഉയർത്തിപ്പിടിച്ച, നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട പ്രകാശ് ഏട്ടൻ. ആഡംബരങ്ങളില്ലാതെ, ആർഭാടങ്ങളില്ലാതെ ആദർശോന്മുഖമായ, അഴിമതിരഹിതമായ പൊതുജീവിതം ഉയർത്തിപ്പിടിച്ച നേതാവാണ് പ്രകാശ് ഏട്ടൻ. സത്യസന്ധവും സുതാര്യവും സുധീരവുമായ നിലപാടുകൾ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ച പ്രകാശ് ഏട്ടൻ. ജീവിതത്തിൽ അദ്ദേഹം ധരിച്ചിരുന്ന തൂവെള്ള കതറിന്റെ ശുദ്ധിയും പരിശുദ്ധിയും എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച് ജീവിതത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ആക്ഷേപങ്ങളുടെയോ ആരോപണങ്ങളുടെയോ ഒരു കറുത്ത പുള്ളി പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത സുവ്യക്തമായ സുതാര്യമായ ഒരു പൊതുജീവിതത്തിന്റെ ഉടമയായിരുന്നു പ്രകാശ് ഏട്ടൻ. നിഷ്കളങ്കമായ പെരുമാറ്റത്തിലൂടെ, നിഷ്കാമമായ പ്രവർത്തന ശൈലിയിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം തേടിയ നേതാവായിരുന്നു. ഒരു വാക്കുകൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാതെ, ഒരു നോട്ടം കൊണ്ടുപോലും ആരെയും നോവിക്കാതെ പ്രിയപ്പെട്ട പ്രകാശ് ഏട്ടൻ നമ്മളുടെ ഇടയിലൂടെ നമ്മളെ നയിച്ചുകൊണ്ട് നടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ്. ആ പ്രിയപ്പെട്ട നേതാവ് KSUവിന്റെ സാധാരണ പ്രവർത്തകനായി ആരംഭിച്ച ഒരുപാട് കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും ഒരുപാട് ഇല്ലായ്മകളും വല്ലായ്മകളും പോരായ്മകളും ഒക്കെയുള്ള ഒരു ജീവിത സാഹചര്യത്തോട് ഏറ്റുമുട്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടുള്ള സ്നേഹം, കോൺഗ്രസിന്റെ ആശയങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹവും മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് ജീവിതത്തിൽ ഒന്നും ആവാതെ പൊലിഞ്ഞുപോയ ഒരു നേതാവാണ്. ഒരുപാട് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ എല്ലാം നേടിയവരുടേതും എല്ലാം വെട്ടിപ്പിടിച്ചവരുടേതും വിജയിച്ചവരുടേതും മാത്രമല്ല, ഒരുപാട് ത്യാഗങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ ജീവിതം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഹോമിച്ച ഒരുപാട് നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമ്മൾ തിരിച്ചറിയുക.